അങ്ങനെ 30ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ റെഡിയായി എല്ലാവരെയും വിളിച്ചുണർത്തി നേരെ ജിമ്മിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ യാത്ര തുടർന്ന് പകുതി എത്തിയപ്പോഴത്തേക്കാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയത്. വണ്ടിയുടെ എണ്ണ തീർന്നിരിക്കുന്നു. ഒരു വാമപ്പായിട്ട് കണ്ട് വണ്ടിയും തള്ളി നേരെ പോയി പെട്രോളും വാങ്ങി അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജിമ്മിലേക്ക് എത്തി. പെട്രോൾ തീർന്ന് വഴി കിടന്നത് കഷ്ടപ്പാടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും ജിമ്മിലെത്തിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടൊക്കെ തീർന്നല്ലോ, ജിമ്മിൽ എത്തിപ്പെട്ടല്ലോ, ഇനി വർക്കൗട്ട് ചെയ്യാലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ ഇവിടെ നിന്നായിരുന്നു കഷ്ടപ്പാടിന്റെ തുടക്കം. കാരണം ഇന്നത്തെ ദിവസം ലെഗ് ഡേ ആയിരുന്നു. സാധാരണ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ട്രെയിനർ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ വരാം. അപ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ്. യാസീൻ ഉണ്ടല്ലോ, അവിടുത്തെ പോലെ എന്തായാലും ഉടായ്പ കളിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല എന്നുള്ളത് എന്തായാലും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ലെഗിന് ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും 5ന്റെ വെയിറ്റ് ഇടുന്നിടത്ത് അവൻ കൊണ്ടുവന്ന് 15ന്റെ വെയിറ്റ് ഇടും. അങ്ങനെ മനസ്സിലോടെയാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഓരോന്നും ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അങ്ങനെ ലെഗിന്റെ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ബ്ലാക്ക് ഔട്ട് അടിച്ചു വല്ലാത്തൊരവസ്ഥയായി പോയി. അപ്പോഴാണ് രാവിലെ എന്തെങ്കിലും പ്രീ വർക്കൗട്ടായിട്ട് കഴിച്ചിട്ടേ ജിമ്മിൽ പോകാവുള്ളൂ എന്നുള്ളതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്നൊന്നും കഴിക്കാതെയാണ്, ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ക്ഷീണം വന്നപ്പോഴത്തേക്കും അവൻ എനിക്കൊരു പ്രീ വർക്കൗട്ടായിട്ട് സപ്ലിമെന്റ് തന്നു. അത് കഴിച്ചിട്ടാണ് പിന്നീട് വർക്കൗട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ലെഗിന് ഒരു 3 സെറ്റ് വർക്കൗട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നേരെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്തു. ഷോൾഡറിനും ഒരു 3 സെറ്റ് വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. സാധാരണ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ചിട്ട് അവന്റെ ഗൈഡൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ബോഡിയിൽ നല്ലപോലെ എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വർക്കൗട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സ്ട്രെച്ചിങ്ങും തുടങ്ങി. എൻ്റെ മക്കളെ, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ. ചത്തട്ടില്ല ഗൈസ്, ജീവനോടെ ഉണ്ട്. അങ്ങനെ വർക്കൗട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.